പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മലയാള സാഹിത്യവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. തൂലികാനാമങ്ങൾ, അതേപോലെ കൃതികൾ, കൃതികളുടെ രചയിതാവ്, കഥാപാത്രങ്ങൾ, പ്രധാനപ്പെട്ട വരികൾ എന്നിവയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോവാം. ഒന്നാമത്തെ ചോദ്യം, കഥ ഇതുവരെ എന്ന ആത്മകഥ ആരുടേതാണ്? കഥ ഇതുവരെ എന്ന ആത്മകഥ ആരുടേതാണ്? ഉത്തരം ഡോക്ടർ ഡി ബാബു പോളിൻ്റെ ആത്മകഥയാണ് കഥ ഇതുവരെ. അടുത്ത ചോദ്യം, അഴകൻ, പൂവാലി എന്നിവർ ഏത് കൃതിയിലെ കഥാപാത്രങ്ങളാണ്? അഴകൻ, പൂവാലി എന്നിവർ ഏത് കൃതിയിലെ കഥാപാത്രങ്ങളാണ്? ഉത്തരം രണ്ട് മത്സ്യങ്ങൾ എന്ന് പറയുന്ന അംബികാസുധൻ മാങ്ങാടിൻ്റെ കഥയിലെ കഥാപാത്രങ്ങളാണ് അഴകനും പൂവാലിയും. ജീവിതസമരം ആരുടെ ആത്മകഥയാണ്? ജീവിതസമരം ആരുടെ ആത്മകഥയാണ്? ഉത്തരം സി കേശവന്റെ ആത്മകഥയാണ് ജീവിതസമരം. മായൻ എന്ന കഥാപാത്രം ഏത് കൃതിയിലേതാണ്? മായൻ എന്ന കഥാപാത്രം ഏത് കൃതിയിലെ കഥാപാത്രമാണ്? ഉത്തരം ഉമ്മാച്ചു എന്ന് പറയുന്ന നോവലിലെ കഥാപാത്രമാണ് മായൻ. പി സി കുട്ടിക്കൃഷ്ണൻ, ഉറൂബ് എന്ന് പറയുന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന പി സി കുട്ടിക്കൃഷ്ണന്റെ രചനയാണ് ഉമ്മാച്ചു എന്ന് പറയുന്ന നോവൽ. അടുത്ത ചോദ്യം, കവിയുടെ കാൽപ്പാടുകൾ ആരുടെ ആത്മകഥയാണ്? കവിയുടെ കാൽപ്പാടുകൾ ആരുടെ ആത്മകഥയാണ്? ഉത്തരം പി കുഞ്ഞിരാമൻ നായരുടെ ആത്മകഥയാണ് കവിയുടെ കാൽപ്പാടുകൾ. അടുത്ത ചോദ്യം, വി ടി ഭട്ടതിരിപ്പാടിൻ്റെ ആത്മകഥയുടെ പേരെന്താണ്? വി ടി ഭട്ടതിരിപ്പാടിൻ്റെ ആത്മകഥ ഏതാണ്? ഉത്തരം കണ്ണീരും കിനാവുമാണ് വി ടി ഭട്ടതിരിപ്പാടിൻ്റെ ആത്മകഥ. ഇതൊരുപാട് തവണ PSC ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. വി ടി ഭട്ടതിരിപ്പാടിൻ്റെ ആത്മകഥ കണ്ണീരും കിനാവും. ക്ലാസിപ്പേർ ഏത് കൃതിയിലെ കഥാപാത്രമാണ്? ക്ലാസിപ്പേർ ഏത് കൃതിയിലെ കഥാപാത്രമാണ്? ഉത്തരം തകഴിയുടെ കയർ എന്ന നോവലിലെ കഥാപാത്രമാണ് ക്ലാസിപ്പേർ. ദാസൻ എന്ന കഥാപാത്രം ഏത് കൃതിയിലേതാണ്? ദാസൻ എന്ന് പറയുന്ന കഥാപാത്രം ഏത് കൃതിയിലേതാണ്? ഉത്തരം എം മുകുന്ദൻ്റെ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്ന നോവലിലെ കഥാപാത്രമാണ് ദാസൻ. അടുത്ത ചോദ്യം, ഒരു കവിയുടെ വരികളാണ്. കുഴിവെട്ടി മൂടുക വേദനകൾ, കുതികൊള്ളുക ശക്തിയിലേക്കു നമ്മൾ. കുതിവെട്ടി മൂടുക വേദനകൾ, കുതികൊള്ളുക ശക്തിയിലേക്കു നമ്മൾ എന്നത് ആരുടെ വരികളാണ്? ഉത്തരം ഇടശ്ശേരിയുടെ വരികളാണിവ. ഒരു കുരുവിയുടെ പതനം എന്നത് ആരുടെ ആത്മകഥയാണ്? ഒരു കുരുവിയുടെ പതനം എന്നത് ആരുടെ ആത്മകഥയാണ്? വളരെ പ്രശസ്തമായിട്ടുള്ള ആത്മകഥയാണ്. ഉത്തരം ഡോക്ടർ സലീം അലിയുടെ ആത്മകഥയാണ് ഒരു കുരുവിയുടെ പതനം. അടുത്ത ചോദ്യം, ഒരു വേള പഴക്കമേറിയാൽ ഇരുളും മെല്ലെ വെളിച്ചമായി വരും എന്നത് കുമാരനാശാൻ്റെ ഏത് കൃതിയിലെ വരികളാണ്? ഒരു വേള പഴക്കമേറിയാൽ ഇരുളും മെല്ലെ വെളിച്ചമായി വരും എന്നത് കുമാരനാശാൻ്റെ ഏത് കൃതിയിലെ വരികളാണ്? ഉത്തരം ചിന്താവിഷ്ടയായ സീത എന്ന് പറയുന്ന ആശാൻ്റെ കൃതിയിലെ വരികളാണിത്. അടുത്തതും ഒരു പ്രസിദ്ധമായിട്ടുള്ള വരിയാണ്. ഇതിനൊക്കെ പ്രതികാരം ചെയ്യാതടങ്ങുമോ പതിതരെ നിങ്ങൾ തൻ പിന്മുറക്കാർ. ഇത് ആരുടെ പ്രസിദ്ധമായിട്ടുള്ള വരികളാണ്? ഇതിനൊക്കെ പ്രതികാരം ചെയ്യാതടങ്ങുമോ പതിതരെ നിങ്ങൾ തൻ പിന്മുറക്കാർ. ഉത്തരം ചങ്ങമ്പുഴയുടെ വരികളാണിത്. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായിട്ടുള്ള കവിതയായിട്ടുള്ള വാഴക്കുലയിലെ വരികളാണിത്. മലയാളികൾക്ക് സുപരിചിതമായിട്ടുള്ള കൃതി കൂടിയാണ്, കവിത കൂടിയാണ്. അടുത്ത ചോദ്യം, മലബാർ കലാപം നടന്നതിന് ശേഷമുള്ള കാലഘട്ടത്തിലെ കഥ പറയുന്ന ഉറൂബിൻ്റെ കൃതി ഏതാണ്? മലബാർ കലാപം നടന്നതിന് ശേഷമുള്ള കാലഘട്ടത്തിലെ കഥ പറയുന്ന ഉറൂബിൻ്റെ കഥ ഏതാണ്? ഉറൂബിൻ്റെ കൃതി ഏതാണ്? ഉത്തരം ഉറൂബിൻ്റെ സുന്ദരികളും സുന്ദരന്മാരും എന്ന് പറയുന്ന നോവൽ മലബാർ കലാപം നടന്നതിന് ശേഷമുള്ള കാലഘട്ടത്തിലെ കഥ പറയുന്ന കൃതിയാണ്. പ്രവാസികളുടെ എക്കാലത്തെയും നൊമ്പരമായി മാറിയ നജീബ് ആരുടെ കഥാപാത്രമാണ്? പ്രവാസികളുടെ എക്കാലത്തെയും നൊമ്പരമായി മാറിയ നജീബ് ആരുടെ കഥാപാത്രമാണ്? ഉത്തരം നമുക്കെല്ലാവർക്കും അറിയാവുന്ന ആടുജീവിതത്തിലെ കഥാപാത്രമാണ് ബെന്യാമിൻ്റെ കഥാപാത്രമാണ് നജീബ്. അടുത്ത ചോദ്യം, കേരള പാണിനി എന്ന് അറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ്? കേരള പാണിനി എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ്? ഉത്തരം AR രാജരാജവർമ്മയാണ് കേരള പാണിനി എന്നറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, കുഞ്ഞിപ്പാത്തുമ്മ എന്ന കഥാപാത്രം ഏത് കൃതിയിലാണ്? കുഞ്ഞിപ്പാത്തുമ്മ എന്ന കഥാപാത്രം ഏത് കൃതിയിലാണ്? ഉത്തരം
വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഇൻ്റുപ്പൂപ്പാക്കൊരു ആനയുണ്ടായിരുന്നു എന്ന് പറയുന്ന കഥയിലെ കഥാപാത്രമാണ് കുഞ്ഞിപ്പാത്തുമ്മ. വളരെ പ്രശസ്തമായിട്ടുള്ള കഥ കൂടിയാണിത്, എല്ലാവർക്കും അറിയാവുന്നതാണ്. അടുത്ത ചോദ്യം, ബിരിയാണി എന്ന കൃതിയുടെ രചയിതാവ് ആരാണ്? ബിരിയാണി എന്ന കൃതിയുടെ രചയിതാവ് ആരാണ്? ഉത്തരം സന്തോഷ് എച്ചിക്കാനത്തിൻ്റെ കൃതിയാണ് ബിരിയാണി. സന്തോഷ് എച്ചിക്കാനത്തിൻ്റെ കൃതിയാണ് ബിരിയാണി. ഒരു ദേശത്തിൻ്റെ കഥ രചിച്ചത് ആരാണ്? ഒരു ദേശത്തിൻ്റെ കഥ രചിച്ചത് ആരാണ്? ഉത്തരം എസ്.കെ. പൊറ്റക്കാടിൻ്റെ കൃതിയാണ് ഒരു ദേശത്തിൻ്റെ കഥ. അംബികാസുധൻ മാങ്ങാടിൻ്റെ എൻ മകജെ എന്ന നോവലിലെ പ്രധാന കഥാപാത്രം ആരാണ്? അംബികാസുധൻ മാങ്ങാടിൻ്റെ എൻ മകജെ എന്ന് പറയുന്ന കൃതിയിലെ പ്രധാന കഥാപാത്രം ആരാണ്? ഉത്തരം നീലകണ്ഠൻ എന്നതാണ് ആ കൃതിയിലെ പ്രധാനപ്പെട്ട കഥാപാത്രം. എൻ മകജെ എന്ന് പറയുന്ന നോവല് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. എൻഡോസൾഫാൻ ഭീകരതയെ കുറിച്ചിട്ട് പരാമർശിക്കുന്ന, അതിനെപ്പറ്റി പറയുന്ന കൃതിയാണ്. കാസർഗോഡ് ജില്ലയിലാണ് എൻഡോസൾഫാൻ ദുരിതം അതിനെപ്പറ്റി ആയിട്ടുള്ള ഒരു കൃതിയാണ് എൻ മകജെ. അടുത്ത ചോദ്യം, കേരള സ്കോട്ട് എന്നറിയപ്പെടുന്ന എഴുത്തുകാരൻ ആരാണ്? കേരള സ്കോട്ട് എന്നറിയപ്പെടുന്ന എഴുത്തുകാരൻ ആരാണ്? ഉത്തരം CV രാമൻ പിള്ളയാണ് കേരള സ്കോട്ട് എന്നറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, അപ്പുക്കിളി എന്ന കഥാപാത്രം ഏത് കൃതിയിലേതാണ്? അപ്പുക്കിളി എന്ന കഥാപാത്രം ഏത് കൃതിയിലേതാണ്? വളരെ പ്രസിദ്ധമായിട്ടുള്ള കൃതിയാണ്. ഉത്തരം ഖസാക്കിൻ്റെ ഇതിഹാസം. OV വിജയൻ്റെ ഖസാക്കിൻ്റെ ഇതിഹാസവും വായിക്കാത്ത മലയാളികൾ ഉണ്ടാവില്ല. അപ്പോൾ അതിലെ പ്രധാനപ്പെട്ട കഥാപാത്രമാണ് അപ്പുക്കിളി. അടുത്ത ചോദ്യം, ആദ്യത്തെ വയലാർ അവാർഡ് ലഭിച്ച കൃതി ഏതാണ്? ആദ്യത്തെ വയലാർ അവാർഡ് ലഭിച്ച കൃതി ഏതാണ്? ഉത്തരം അഗ്നിസാക്ഷിയാണ്. ലളിതാംബിക അന്തർജനത്തിൻ്റെ അഗ്നിസാക്ഷിക്കാണ് ആദ്യത്തെ വയലാർ അവാർഡ് ലഭിക്കുന്നത്. മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ ഏതാണ്? മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ ഏതാണ്? ഉത്തരം മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ അവകാശികളാണ്. MK മേനോനാണ് അവകാശികളുടെ രചയിതാവ്. അദ്ദേഹത്തിൻ്റെ തൂലികാനാമം വിലാസിനി എന്നാണ്. അടുത്ത ചോദ്യം, ആശാ മേനോൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ഏത് എഴുത്തുകാരനാണ്? ആശാ മേനോൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ഏത് എഴുത്തുകാരനാണ്? ഉത്തരം K. ശ്രീകുമാർ ആണ് ആശാ മേനോൻ എന്ന് പറയുന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, ഉമ്മാച്ചുവിലെ കഥാപാത്രമായി വരുന്നത് ആരാണ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഉമ്മാച്ചുവിലെ കഥാപാത്രമായി വരുന്നത് ആരാണ്? ഉത്തരം മായനാണ് ഉമ്മാച്ചുവിലെ കഥാപാത്രം. അടുത്ത ചോദ്യം, കവിയുടെ കാൽപ്പാടുകൾ ആരുടെ ആത്മകഥയാണ്? കവിയുടെ കാൽപ്പാടുകൾ ആരുടെ ആത്മകഥയാണ്? ഉത്തരം P. കുഞ്ഞിരാമൻ നായരുടെ ആത്മകഥയാണ് കവിയുടെ കാൽപ്പാടുകൾ. അടുത്ത ചോദ്യം, വെള്ളായിയപ്പൻ ഏത് കഥയിലെ കഥാപാത്രമാണ്? വെള്ളായിയപ്പൻ ഏത് കഥയിലെ കഥാപാത്രമാണ്? ഉത്തരം കടൽ തീരത്ത് എന്ന് പറയുന്ന OV വിജയൻ്റെ കഥയിലെ കഥാപാത്രമാണ് വെള്ളായിയപ്പൻ. നമുക്ക് സ്കൂളിൽ പഠിക്കാനുണ്ടായിരുന്നതാണ്. ജയിലിൽ കിടക്കുന്ന മകനെ കാണാൻ വേണ്ടി പൊതിച്ചോറുമായിട്ട് പോകുന്ന വെള്ളായിയപ്പൻ. ആ കഥാപാത്രത്തെ മറക്കാൻ നമുക്ക് പറ്റൂല. അപ്പോൾ വെള്ളായിയപ്പൻ എന്ന് പറയുന്നത് കടൽ തീരത്ത് എന്ന് പറയുന്ന കഥയിലെ കഥാപാത്രമാണ്. അടുത്ത ചോദ്യം, നിങ്ങൾ ഓർക്കുക നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന് എന്ന വരികളുടെ രചയിതാവ് ആരാണ്? നിങ്ങൾ ഓർക്കുക നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന് എന്ന വരികളുടെ രചയിതാവ് ആരാണ്? ഉത്തരം കടമ്മനിട്ട രാമകൃഷ്ണൻ്റെ വരികളാണ് ഇത്. പയസ്വിനിയുടെ തീരങ്ങളിൽ എന്നത് ആരുടെ കൃതിയാണ്? പയസ്വിനിയുടെ തീരങ്ങളിൽ എന്നത് ആരുടെ കൃതിയാണ്? ഉത്തരം K. മാധവന്റെ കൃതിയാണ് പയസ്വിനിയുടെ തീരങ്ങളിൽ. അന്യജീവനുതുകി സ്വജീവിതം ധന്യമാക്കുമമലെ വിവേകികൾ എന്നത് കുമാരനാശാന്റെ ഏത് കൃതിയിലെ വരികളാണ്? അന്യജീവനുതുകി സ്വജീവിതം ധന്യമാക്കുമമലെ വിവേകികൾ എന്നത് കുമാരനാശാന്റെ ഏത് കൃതിയിലെ വരികളാണ്? ഉത്തരം നളിനിയിലെ വരികളാണിവ. പോക്കുവെയിൽ മണ്ണിലെഴുതിയത് ആരുടെ ആത്മകഥയാണ്? പോക്കുവെയിൽ മണ്ണിലെഴുതിയത് ആരുടെ ആത്മകഥയാണ്? ഉത്തരം ONV കുറുപ്പിൻ്റെ ആത്മകഥയാണ് പോക്കുവെയിൽ മണ്ണിലെഴുതിയത്. നവോത്ഥാനത്തിൻ്റെ സൂര്യ തേജസ് ആരുടെ ജീവചരിത്രമാണ്? നവോത്ഥാനത്തിൻ്റെ സൂര്യ തേജസ് ആരുടെ ജീവചരിത്രമാണ്? ഉത്തരം കുറുമ്പൻ ദൈവത്താൻ്റെ ജീവചരിത്രമാണ് നവോത്ഥാനത്തിൻ്റെ സൂര്യ തേജസ്. ക്രോധമല്ലോ നിജധർമ്മക്ഷയകരം ക്രോധം പരിത്യജിക്കേണം ബുധജനം എന്ന വരികളുടെ രചയിതാവ് ആരാണ്? ക്രോധമല്ലോ നിജധർമ്മക്ഷയകരം ക്രോധം പരിത്യജിക്കേണം ബുധജനം എന്ന വരികളുടെ രചയിതാവ് ആരാണ്? ഉത്തരം എഴുത്തച്ഛൻ്റെ വരികളാണിവ. അടുത്ത ചോദ്യം,
തിക്കൊടിയൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ്? തിക്കൊടിയൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം പി കുഞ്ഞനന്ദൻ നായരാണ് തിക്കൊടിയൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, ഹാ പുഷ്പമേ അധിക തുംഗപദത്തിലെത്ര ശോഭിച്ചിരുന്നിതൊരു രാജ്ഞി കണക്കേ നീ എന്നത് കുമാരനാശാന്റെ ഏത് കൃതിയിലെ വരികളാണ്? ഉത്തരം വീണപൂവിലെ വരികളാണിവ. 35 ചോദ്യങ്ങളായിട്ടുണ്ട്. PSC ഒരുപാട് തവണ പല എക്സാമുകളിലായിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണിവ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ഇനിയും വേണമെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വലിയ മഹാകവികൾ എഴുതിയ വരികളാണിവ. എന്തെങ്കിലും വായിക്കുന്നതിൽ തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്ഷമിക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് കാണാം. അതുവരേക്കും ബൈ.